CBSE 12th ബോർഡ് ബയോളജിയിൽ നമ്മൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വാക്കാണ് ദാറ്റ് ഈസ് പാർത്തനോകാർപ്പി. സിമിലർലി നിങ്ങൾ മറ്റൊരു വേർഡും കേട്ടിട്ടുണ്ടായിരിക്കും, പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഉള്ളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഇത് രണ്ടും സെയിം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആണ് എന്നുള്ളത്. ഏകദേശം സിമിലർ ആണ്, ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ഇതിൻ്റെ ഇടയിലുണ്ട്, ഈ രണ്ട് വാക്കുകൾക്ക് ഇടയിലുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാർത്തനോജെനസിസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാം. പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഇപ്പോൾ നമ്മളുടെ തേനീച്ചകളുടെ കേസിലോട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡ്രോൺസ് അല്ലെങ്കിൽ മെയിൽ ഹണി ബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടെയാണ്. നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇനി പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇപ്പം കുരുവില്ലാത്ത ലൈക്ക് ഫ്രൂട്ട്സ് ആയിരിക്കും പൊതുവെ പാർത്തനോകാർപ്പി വഴിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ബനാന, ഗ്രേപ്സ്, ചില വാട്ടർ മെലനൊക്കെ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിനൊന്നും സീഡില്ല. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം പാർത്തനോകാർപ്പി വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർത്തനോജെനസിസിലും പാർത്തനോകാർപ്പിയിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലെന്നുള്ളതാണ്. പക്ഷേ പാർത്തനോജെനസിസ് മൃഗങ്ങളിൽ നടക്കുന്ന ആനിമൽസിലുള്ളൊരു പ്രോസസ്സും പാർത്തനോകാർപ്പി പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സുമാണ്. ഇതാണ് ഇവർ രണ്ട് വേർഡ്സ് തമ്മിലുള്ളൊരു മേജർ ആയിട്ടുള്ളൊരു ഡിഫറൻസ്. ഞാനതാ പറഞ്ഞത് 90% ഇത് രണ്ട് വാക്കുകളും സിമിലർ ആണ്, കാരണം രണ്ടിടത്തും ഫെർട്ടിലൈസേഷൻ ഇല്ല. ദാറ്റ്സ് എ വെരി ബിഗ് സിമിലാരിറ്റി. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ വ്യത്യാസമുള്ളത് ഇങ്ങനെ അനിമൽസിലും പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്, നമ്മളതിന് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈക്ക് സഫിക്സസ് കൊടുത്ത് പറയുന്നു എന്നുള്ളത് മാത്രം.